ജിനോസ് ടെക്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കുന്നംകുളത്തിനടുത്ത് പാറാമ്പാടത്തെ റോയൽ എൻഫീൽഡിൻ്റെ മോട്ടോറോഡ് എന്ന് പറഞ്ഞൊരു ഷോറൂമിലാണ്. റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് 350 രണ്ട് വേരിയൻറ്റുകൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നേരിട്ട് കാണുവാനും അതിൻ്റെ വിശദാംശങ്ങൾ നേരെ അറിയാനും ബുക്ക് ചെയ്യാനും ടെസ്റ്റ് റൈഡ് ചെയ്യാനുമുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. വളരെ ക്ലോസ് കസ്റ്റമറും ഞങ്ങളുടെ പാർട്ട്ണറുമായ മിസ്റ്റർ സോണിയെ ക്ഷണിക്കുകയാണ് എൻ്റെ കൂടെ ഈ രണ്ട് മോഡലുകൾ റിവ്യൂ ചെയ്യാനായി. ആദ്യം തന്നെ ഒരു നമസ്കാരം. അപ്പോൾ നമ്മൾ ബുള്ളറ്റ് 350 പുതിയ ലോഞ്ചായിരുന്നു. ഓൾമോസ്റ്റ് മിനിഞ്ഞാന്ന് വേൾഡ് വൈഡ് ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഷോറൂമിൽ ഓൾ ഇന്ത്യ ഇന്നായിരുന്നു ലോഞ്ച്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് ഏകദേശം 90 കൊല്ലത്തിന് മേലെ ഈ ബുള്ളറ്റ് എന്ന മോഡൽ ഇറങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ലോകത്ത് ആകെ കൂടി ഒരു മോട്ടോർ സൈക്കിൾ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഉള്ളത് ബുള്ളറ്റ് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ വേർഷൻ എന്നല്ല, അതിനുപരി നമുക്ക് ഇഞ്ചൻ മാറിയിട്ടുള്ള പുതിയ ബുള്ളറ്റാണ്. നമുക്കിതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടത്, ഇനി നമുക്ക് കിക്കർ ടൈപ്പ് ബുള്ളറ്റ് മോഡൽസിന് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ ജെ സീരീസിൽ വരുന്ന ഇഞ്ചിനോട് കൂടിയിട്ടുള്ള ബുള്ളറ്റ് ഉണ്ടാവുള്ളൂ. അത് പഴയ നമ്മുടെ യൂസ് എഞ്ചിനുള്ള ബുള്ളറ്റ് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് ജെ സീരീസിൽ മാത്രമേ ബുള്ളറ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ മുന്നേ നമുക്ക് 500 cc അങ്ങനെ പല cc അവൈലബിൾ ആണ്. ഇപ്പോൾ ഇനി നമുക്കതും ഉണ്ടാവില്ല, 350 cc മാത്രമേ അവൈലബിൾ ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ ആദ്യം എടുത്ത് പറയാനുള്ളത് നമ്മുടെ ജെ സീരീസിനെ കുറിച്ചാണ്. ഏകദേശം 350 cc 20.2 HP വരുന്ന 27 ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യണ ഇഞ്ചൻ തന്നെയാണ് ക്ലാസിക്കിലും മെറ്റോർ 100 വരുന്ന അതേ സെയിം ഇഞ്ചൻ തന്നെയാണ് നമ്മുടെ ബുള്ളറ്റിലും വരുന്നത്. പിന്നെ മെയിനായിട്ട് നമുക്ക് പറയാവുന്ന പ്രൈസാണ്. നമുക്ക് ഓൺ റോഡ് 2,10,000 മുതൽ 2,72,000 രൂപയാണ് നമ്മുടെ ബുള്ളറ്റിൻ്റെ വില വരുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് 3 വേരിയൻ്റ് ഉണ്ട്. നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഗോൾഡ്, നമ്മുടെ ബ്ലാക്ക് ഗോൾഡ് പറഞ്ഞ കളറാണ്. നമുക്കിതിൽ പൗഡർ കോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇഞ്ചൻ പൗഡർ കോട്ടാണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് ഈ കളർ വരുന്നത് സ്റ്റാൻഡേർഡ് ഗോൾഡ് പറഞ്ഞ മോഡലാണ്. ഇതിന് നമുക്ക് പ്രൈസ് വരിക ഏകദേശം 2,37,000 ഓൺ റോഡ് വരും. ഇപ്പം ഇതിൽ നമുക്ക് പഴയ ബുള്ളറ്റിൻ്റെ സെയിം ഹാൻഡ് പെയിൻറ്റിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാഡ്ജിങ് വരുന്നുണ്ട്. എല്ലാം സെയിം പഴയ ബുള്ളറ്റിൻ്റെ സെയിം ഫീൽ വന്നിരിക്കുന്നത് ഈ വണ്ടിയിലാണ്. അതുപോലെ നമുക്ക് വേറെ 2 മോഡലുണ്ട്. ബേസ് മോഡൽ വരുന്നത് അത് നമുക്ക് 2,10,000 വരും. അതിൽ നമുക്ക് മിലിറ്ററി റെഡ്, മിലിറ്ററി ബ്ലാക്ക് കളറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിലൊരു മെറൂൺ കളറും വരും. അതിന് 2,37,000 ഓൺ റോഡ് വരും. നമുക്ക് ഈ വണ്ടികളൊക്കെ ഇപ്പോൾ നിലവിൽ റെഡി സ്റ്റോക്കാണ്. ഒരു 4 വർക്കിംഗ് ഡേയിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫിനാൻസ് ചെയ്യുകയാണെങ്കിൽ ഒരു 20,000 to 25,000 വണ്ടി നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. പിന്നെ നമുക്ക് പലരും ചോദിക്കുന്ന സംഭവം ക്ലാസിക്കും ബുള്ളറ്റും എന്താ പിന്നെ വ്യത്യാസം എന്നുള്ളത്. വ്യത്യാസം മെയിനായിട്ട് നമ്മുടെ കാഴ്ചയിൽ കാണുന്ന വ്യത്യാസം. അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ സീറ്റാണ് വരിക. ക്ലാസിക് ആകുമ്പോൾ ഡബിൾ സീറ്റാണ് വരിക, സിംഗിൾ സീറ്റാണ് വരുന്നത്. പിന്നെ പോലെ 195 കിലോ വെയിറ്റ് വരുന്ന വണ്ടി. പിന്നെ 805 mm ആണ് സീറ്റ് ഹൈറ്റ് വരിക. പിന്നെ നമുക്ക് ഡുവൽ ചാനൽ ABS, അതുപോലെ സിംഗിൾ ചാനൽ ABS അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് MI അതായത് മേക്ക് ഇറ്റ് യുവേഴ്സ്, അതായത് നമുക്ക് കമ്പനി തന്നെ ഒരുപാട് GMA പ്രോഡക്ട്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് മിറർ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി GMA ക്രാഷ് ഗാർഡ്, സം ഗാർഡ്, പിന്നെ നമുക്ക് ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് സെയിം ക്ലാസിക്കിൻ്റെ തന്നെയാണ് നമുക്ക് ബുള്ളറ്റിന് വരുന്നത്. അതുപോലെ നമുക്ക് വൈസർ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് പഴയ ബുള്ളറ്റിന് വ്യത്യാസമായിട്ട് നമുക്ക് ഡിജിറ്റൽ ക്ലസ്റ്റർ വന്നിട്ടുണ്ട്. ഫ്യൂവൽ ഗേജ്, ടൈം, ടിപ്പ്, AB, പിന്നെ നമുക്ക് ചാർജിങ് പോയിന്റ് വന്നിട്ടുണ്ട്. അതുപോലെ ന്യൂജൻ എല്ലാ സംഭവവും ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് പുതിയ ബുള്ളറ്റ്. പിന്നെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി 2 ദിവസം കഴിഞ്ഞാൽ അവൈലബിൾ ആവും. അതിൻ്റെ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് നാളെ മറ്റന്നാൾ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുന്നതാണ്. ഇപ്പം നിലവിൽ ഇനി നാളെ മുതൽ നമ്മുടെ എല്ലാ കളറും നമ്മൾ ഡിസ്പ്ലേയിൽ വെക്കും. നിലവിൽ നമുക്ക് ഈ 2 കളർ മാത്രമാണ് ഗ്ലോബലി നമ്മൾ ലോഞ്ചിന് വെക്കാൻ പാടുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അത് കാരണമാണ് ഈ 2 കളർ വെച്ചിരിക്കുന്നത്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല.
അപ്പോൾ വണ്ടി എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വണ്ടി ഇത് നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് 2 ദിവസം കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും വണ്ടി ഓടിച്ച് നോക്കുക, എല്ലാവരും അഭിപ്രായങ്ങൾ പറയാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മാക്സിമം പുതിയ ബുള്ളറ്റിനെ കുറിച്ചിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്ക് വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ടീമായിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. സോ ബൈക്കിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് തന്നെ നമുക്ക് നേരിട്ട് പറഞ്ഞു തന്നതാണ്. ഇനി നമ്മൾ അതിൻ്റെ കളർ വേരിയൻസ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ ഷോറൂമുകളിലും ഒഫീഷ്യലായിട്ട് 2 കളർ മാത്രമാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്, ബാക്കി കളേഴ്സാണ് ഇരിക്കുന്നത്. ഇതാണ് അവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു കളർ, ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു റെഡ് ടൂണ് വരാനുണ്ടെന്ന് പറയുന്നത്, അതിപ്പോൾ കറൻ്റ് സ്റ്റോക്കില്ല. പിന്നെ ഒരെണ്ണം ലോഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്റ്റാൻഡേർഡ് ബ്ലാക്ക് ആയിരുന്നു. സ്റ്റാൻഡേർഡ് ബ്ലാക്കിൻ്റെ തന്നെ മറ്റൊരു കളർ വേരിയൻ്റ് ആണ് ഈ കാണുന്നത്. ഇതിന് മെറൂൺ എന്നാണ് വിളിക്കുന്നത്. സോ ഈ ഒരു കളർ വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു വിൻറ്റേജ് ലുക്ക് കൊടുക്കുന്ന ഒരു കളറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ എൻജിൻ പാർട്ടൊക്കെ ഒരു സിൽവർ കളറാണ്. ഏറ്റവും ടോപ്പ് മോഡലുള്ള ഒരു ബ്ലാക്ക് കളറൊന്നും അവിടെ കൊടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറ്. നമ്മുടെ സാധാരണ ബൈക്കിൻ്റെ സെയിം കളർ തന്നെ വന്നിരിക്കുന്നത്. പെട്ടെന്ന് നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ പഴയ ബൈക്കാണോ പുതിയ ബൈക്കാണോ എന്ന് അറിയില്ല. അതിൻ്റെ എൻജിൻ സൈഡൊക്കെ നോക്കിയാലാണ് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവുള്ളൂ. പക്ഷേ ബാക്ക് സൈഡ് നോക്കിയാൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെയും എൻജിൻ സൈഡ് ബ്ലാക്ക് കൊടുത്തിട്ടില്ല, സിൽവർ കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എൻജിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ബാക്കി എല്ലാ പാർട്സിനും ചേഞ്ചസ് ഉണ്ട്, ഹെഡിലൊക്കെ നല്ല ചേഞ്ചസ് ഉണ്ട് ഡിസൈനിൽ. ഇതാണ് മിലിറ്ററി ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഷൻ. ഇതിൻ്റെ സ്റ്റിക്കറിംഗ് ഒക്കെ ഒരു നോർമൽ ലെവലായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്കാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ബുള്ളറ്റ് 350കളിലെ. ഇത് നമ്മൾ ഓൾറെഡി കണ്ട ബ്ലാക്ക് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഷൻ തന്നെയാണ്. അതാണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് വന്നിരിക്കുന്നത്. അത്യാവശ്യം 2 ലക്ഷത്തിനൊക്കെ മേലെ നല്ല രീതിയിൽ പ്രൈസ് വരുന്ന ഒരു വേർഷനാണ് ബുള്ളറ്റ് 350 ആണെങ്കിലും. ഈ ഒരു ലോഗോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കോപ്പർ കളറിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻജിൻ ഒരു മാറ്റ് ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. സൈലൻസർ നോക്കുകയാണെങ്കിൽ ആ ഒരു കളർ തന്നെയാണ്. ഇതിന് ഓൾറെഡി ഒരു ബാക്ക് റെസ്റ്റ് വരുന്ന മോഡലാണ് നമ്മൾ താഴെ കണ്ടത്. അത് നമുക്ക് കസ്റ്റമൈസബിൾ ആണ്. പിന്നെ ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിക് 350യുടെ ആ ഒരു സെയിം ബ്രേക്ക് ലൈറ്റിനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. കാരണം നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ക്ലാസിക് പോലെ തന്നെയാണ്. ഇതിൻ്റെ സീറ്റ് വെച്ചിട്ട് വേണം നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് ഇത് ബുള്ളറ്റാണോ ക്ലാസിക് ആണോ എന്നുള്ളത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സ്പെക്കും സെയിം ആണെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാലും ഈ ഒരു കളർ തന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തിട്ടുള്ളൊരു കളറാണ്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട് നമുക്ക്. സോ നമ്മുടെ കൂടെ ഉള്ളത് റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും പുതിയ വേർഷൻസ് ആയിട്ടുള്ള ബുള്ളറ്റിന്റെ 350 വേർഷൻസ് ആണ്. സോ അതിന്റെ 2 കളർ വേരിയൻസ് ആണ് നമ്മുടെ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് നമ്മൾ ബ്ലാക്ക് ഗോൾഡ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. സോ ടോട്ടലി നമ്മുടെ എഞ്ചിനൊക്കെ J1 സീരീസ് ആയിട്ടാണ് ഈ ഒരു വേർഷൻസ് വന്നിരിക്കുന്നത്. പഴയൊരു മോഡൽ നമുക്ക് ഇനി അവൈലബിൾ ആയിരിക്കില്ല. സോ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഓൾറെഡി നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ക്ലാസിക് 350യുടെ ആ സെയിം എഞ്ചിൻ മോഡൽ തന്നെയാണ് വരുന്നത്. സോ ഈ ഒരു ബൈക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കളർ തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതില് ലോഗോ ഒക്കെ വന്നിരിക്കുന്ന ഒരു കോപ്പർ കളർ സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഒരു ക്ലാസിക് ആണോ എന്ന് സംശയം തോന്നാം. പക്ഷെ ഈ ഒരു കളറും ഈ ഒരു ലോഗോവും ഒക്കെ ഇതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ക്ലാസിക്കിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് തോന്നുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സീറ്റിംഗിൽ തന്നെയാണ്. സോ സീറ്റിംഗ് കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള രീതിയിലാണ് സീറ്റിംഗ് വരുന്നത്. ഇതൊരു ബാക്ക് റെസ്റ്റ് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. നമുക്ക് കസ്റ്റമൈസബിൾ ആണ്. വരുമ്പോൾ ചിലപ്പോൾ വരില്ല, നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. സോ ഓൾറെഡി നമ്മുടെ ക്ലാസിക് 350 കേട്ട അതേ ഒരു എക്സോസ്റ്റ് നോയ്സ് തന്നെയാണ് വരുന്നത്. വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല. സോ ഈ ഒരു മോഡല് നമ്മുടെ ഒരു സ്പെഷ്യൽ മോഡലാണ് ബുള്ളറ്റ് 350. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ബ്ലാക്ക് കളർ ഓൾറെഡി ഉണ്ടായിരുന്ന പോലെ തന്നെ നമ്മുടെ ടാങ്കിന്റെ മുകളിൽ ഗോൾഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ടുള്ള വേർഷൻസ് ആണ്. മൊത്തത്തിൽ നമ്മുടെ ആ ഒരു ഹെഡൊക്കെ നമ്മുടെ ക്ലാസിക് 350യോട് ചേർന്നിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി വേറെ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ലൈറ്റ് നോക്കുമ്പോൾ കൊണ്ടുവരും. ബാക്ക് എന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിക് 350യുടെ അതേ ഒരു രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ചെറിയ സൈസിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. എന്നാലും ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ മാതിരി വണ്ടി പല സ്ഥലത്ത് നോക്കുമ്പോൾ ക്ലാസിക് 350 ആണോ എന്നൊരു സംശയം തോന്നിക്കാം. എന്നിരുന്നാലും നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ആ ഒരു ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ഈ ഒരു മോഡലാണ്. ലോഗോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ പഴയ ഒരു മോഡലിന്റെ സെയിം ഒരു സാമ്യം തന്നെയാണ് വരുന്നത്.